നമസ്കാരം. ഓം നമ ശിവായ ചാനലിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. ശ്രീ ദുർഗാ സപ്തശ്ലോകി എല്ലാ ദിവസവും 7 തവണയെങ്കിലും ജപിക്കാൻ പറ്റുന്നവർ ജപിക്കുക, കേൾക്കാൻ പറ്റുന്നവർ കേൾക്കുക. ദുർഗാ സപ്തശ്ലോകി കേട്ട് കഴിഞ്ഞാൽ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നടക്കും. ഭയവും ദുഃഖവും ദാരിദ്ര്യവും തുടച്ചു മാറ്റാവുന്നതാണ്. സമ്പൂർണ്ണ ദുർഗാ സപ്തശ്ലോകി. ശിവ ഉവാച ദേവി ത്വം ഭക്തസുലഭേ സർവകാര്യവിധായിനി കലൗ ഹി കാര്യസിദ്ധ്യാർത്ഥമുപായം ബ്രൂഹി യജ്ഞദാ. ദേവി ഉവാച ശൃണു ദേവി പ്രവക്ഷ്യാമി കലൗ സർവേഷ്ടസാധന മയാ തവൈവ സ്നേഹേനാഭ്യാം പാസ്തുതി പ്രകാശ്യതേ. ഓം അസ്യ ശ്രീ ദുർഗാ സപ്തശ്ലോകി സ്തോത്ര മഹാമന്ത്രസ്യ നാരായണ ഋഷിഃ അനുഷ്ടപ് ഛന്ദഃ ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വത്യാ ദേവതാഃ. ശ്രീ ദുർഗാ പ്രത്യാക്തം സപ്തശ്ലോകി ദുർഗാപാഠേ വിനിയോഗഃ. ഓം ജ്ഞാനി നാമഭി ഛേദാംസി ദേവി ഭഗവതി സാ ബലാദാകൃഷ്വ മോഹായ മഹാമായ പ്രയച്ഛതി. ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷജന്തഃ സ്വസ്തൈ സ്മൃതാ മദീവ ശുഭാം ദദാസി. ദാരിദ്ര്യദുഃഖ ഭയഹാരിണി കാത്വധന്യാ സർവോപകാരകരണായ സദാർദ്രചിത്താ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്ത പരിത്രാണപരായണേ സർവസ്യാതിഹരേ ദേവി നാരായണി നമോസ്തുതേ. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയോഭേസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. രോഗാനശേഷാനബഹംസി ദുഷ്ടാ രുഷ്ടാദുകാമാൻ സകലാനഭിഷ്ടാൻ ത്വാമാശ്രിതാനാംന വിഭിന്നരാണാം ത്വാമാശ്രിതാഹ്യാശ്രയതാം പ്രയാന്തി. സർവബാധാപ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മത് വൈരി വിനാശനം. ജപഫലം. ഏത് സ്തോത്രം കേൾക്കുമ്പോഴും അതിൻ്റെ അർത്ഥം കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെ ഫലം ഇരട്ടിയാകും. ദേവി മഹാത്മ്യത്തിലുള്ള മന്ത്രശക്തി നിർഭരമായ പ്രധാനപ്പെട്ട 7 ശ്ലോകങ്ങളാണ് സപ്ത ശ്ലോകി ദുർഗ. കൽപ്പവൃക്ഷം പോലെ ഭക്തരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന സപ്ത ശ്ലോകിയുടെ നിത്യപാരായണം നമുക്ക് ഒരുപാട് ശ്രേഷ്ഠത കൊണ്ടുവരും. ദേവി മഹാത്മ്യത്തിൻ്റെ സത്തയായ സപ്തശ്ലോകി ദുർഗാപാരായണം പോലെ ശീഘ്രഫലം വേകുന്നതാണ്. എല്ലാവർക്കും നിത്യവും ജപിക്കാവുന്നതാണ്. തങ്ങളുടെ ഉദ്യമങ്ങളിൽ വേഗത്തിൽ വിജയിക്കാൻ ഭക്തർ എന്താണ് ചെയ്യേണ്ടതെന്ന് ശിവഭഗവാന്റെ ചോദ്യത്തിന് ദുർഗാദേവി നൽകുന്ന ഉപദേശമാണ് സംസ്കൃതത്തിലുള്ള ദുർഗാ സപ്തശ്ലോകി. ദേവിയുടെ അത്ഭുതകരമായ ഈ ശ്ലോകങ്ങൾ എല്ലാവരും ചൊല്ലാൻ ശ്രമിക്കുക. ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഭക്തിയോട് കൂടിയിട്ട് കേൾക്കുക.
ഉദ്ദിഷ്ട കാര്യ സങ്കല്പിച്ച് 108 തവണ 41 ദിവസം അടുപ്പിച്ച് ജപിച്ചാൽ മനസ്സിലുള്ള ഏത് കാര്യവും ഉറപ്പായിട്ടും നേടാൻ കഴിയുന്നതാണ്. 108 തവണ ചൊല്ലാൻ സാധിച്ചാൽ അത്രയും ശ്രേഷ്ഠമാണ്. 7 തവണ 7 ശ്ലോകങ്ങളും മുടങ്ങാതെ ചൊല്ലാൻ ശ്രമിക്കുക. ശത്രുക്കൾ, ബാധകൾ, രോഗങ്ങൾ, ദുരിതങ്ങൾ, ആകസ്മിക വിപത്തുകളെല്ലാം മാറുന്നതാണ്. സമ്പൽ സമൃദ്ധിയും ജ്ഞാനലബ്ധിയും സദ്വിദ്യാബുദ്ധി, ദേവീപ്രീതി എല്ലാം നമുക്ക് ഈ ജപത്തിലൂടെ നേടാൻ സാധിക്കും. ദുർഗാദേവിയുടെ ഫോട്ടോയുടെ മുന്നിലിരുന്ന് വലതുവശത്ത് നിലവിളക്ക് കൊളുത്തി വെച്ച് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ചൊല്ലാവുന്നതാണ്. വിശ്വാസത്തോടെ, ഭക്തിയോടെ, ഏകാഗ്രതയോടെ കൂടിയിട്ട് ഈ ശ്ലോകങ്ങൾ ജപിക്കുക. ദുർഗാദേവിയുടെ എല്ലാ അനുഗ്രഹവും ലഭിക്കുന്നതാണ്. എല്ലാ പ്രശ്നങ്ങളും, ഭയവും, ദുഃഖവും, ദാരിദ്ര്യവും എല്ലാം നീക്കം ചെയ്യപ്പെടുന്നതാണ്. പൂർണ്ണമായ മനസ്സോട് കൂടിയിട്ട്, ഭക്തിയോട് കൂടിയിട്ട് ജപിക്കാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.